അലൈക്കും, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. റംദാൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡായിട്ട് നടക്കുന്ന ഒരു ഐറ്റമാണ് ഹോം മെയ്ഡ് ബർഗർ. സോ ഞങ്ങളും അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി ആദ്യം ഞങ്ങൾ ഒരു ബൗളെടുത്ത് അതിലേക്ക് കുറച്ച് പാൽ ഒഴിക്കണം. ദെൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓഫ് ഈസ്റ്റ് ആഡ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ചെയ്ത് അതിനെ കുറച്ച് നേരം അടച്ചു വെക്കാം. പിന്നെ അതിലേക്ക് 2 കപ്പ് ഓഫ് മൈദ ആഡ് ചെയ്യണം. പിന്നെ ഒരു എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈകൊണ്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊരു ഡോ പരുവത്തിൽ ആക്കിയെടുക്കാം. അവസാനം അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് നിങ്ങൾ അതിനെ കുറച്ച് നേരം അടച്ചു വെക്കണം. കുറച്ച് നേരം എന്ന് വെച്ചാൽ ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം അടച്ചു വെക്കണം. രണ്ട് മണിക്കൂറിന് ശേഷം ഇതുപോലെ റെഡിയായി കിട്ടും. എന്നിട്ട് ഇതിനെ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞങ്ങൾ മസാല റെഡിയാക്കാം. ബോയിൽ ചെയ്ത സോയാബീനിനെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല കുറച്ച് ആഡ് ചെയ്യാം. ഓക്കെ, ഗരം മസാല, ഉപ്പ്, സോയാ സോസ് എന്നിവയൊക്കെ ആഡ് ചെയ്ത് കുറച്ച് വിനീഗറും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിനെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ദെൻ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മീറ്റ്, അതായത് ചിക്കനോ ബീഫോ എനിത്തിങ്. ഞങ്ങളുടെ ബീഫാണ് എടുത്തത്. ബീഫ് ഞങ്ങൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. അതിലേക്ക് കേട്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, സോയാ സോസ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഈ ബീഫിനെ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് ഫ്രൈ ആയതിനു ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഓണിയൻ ആഡ് ചെയ്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ കളർ ചേഞ്ച് ആകുന്നത് വരെ ഞങ്ങൾ അതിനെ നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ഗരം മസാല, ചില്ലി പൗഡർ എന്നിവയിട്ട് നന്നായി മിക്സ് ചെയ്യാം. അതിന് ലാസ്റ്റ് കൊറിയൻഡർ ലീഫ് ഇട്ടിട്ട് ഞങ്ങളിതിനെ സൈഡിൽ മാറ്റി വെക്കാം. പിന്നെ ഞങ്ങൾ ആദ്യം തയ്യാറാക്കി വെച്ച ഡോനെ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടതിനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് ഓരോരോ ബോൾസ് ആക്കി എടുക്കാം. പിന്നെ അതിനെ ചെറുതായി പരത്തിയെടുക്കാം. ചപ്പാത്തിൻ്റെ റോൾ കൊണ്ടോ അല്ലെങ്കിൽ കയ്യിലോ എന്നിട്ട് ഞങ്ങളതിന് കുറച്ച് ചെറിയ പൂരീസ് പോലെ ആക്കി എടുക്കണം. എന്നിട്ട് അതിനെ ഒരു തവയിൽ കുക്ക് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഒരു നൈഫ് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. 2 പോർഷൻ ആക്കരുത്, നടുന്ന് കുറച്ച് മാത്രം കട്ട് ചെയ്തെടുക്കാം. ആദ്യം തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് കുറച്ച് കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. ആഡ് ചെയ്യാം. പിന്നെ ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് കെച്ചപ്പും മയണൈസും രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഞങ്ങൾ തയ്യാറാക്കി വെച്ച മയണൈസ് ആൻഡ് കെച്ചപ്പ് മിക്സിനെ 2 സൈഡിലേക്കും നന്നായി തേച്ച് കൊടുക്കാം.
സ്ലൈസാക്കി അരിഞ്ഞ ഓണിയൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞങ്ങൾ തയ്യാറാക്കിയ മസാല അതിൽ ഫിൽ ചെയ്ത് കൊടുത്ത് ഞങ്ങൾ ഫ്രൈ ചെയ്ത സോയാബീനിനെ അതിലേക്ക് വെച്ച് കൊടുത്ത് ചീസ് കട്ട് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച സ്റ്റീമറിലേക്ക് ഞങ്ങൾ ഇതിനെ ഒന്നൊന്നായി വെച്ച് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ ഞങ്ങളുടെ ചീസ് ബൺ ഹോം മെയ്ഡ് ബർഗർ വിതൗട്ട് അവൻ ഈസ് റെഡി. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.